തനി മലയാളി എന്ന പേരിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഐശ്വര്യ, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഐശ്വര്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവരെ വീട്ടിലേക്ക് അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധിക കടന്നു വരികയാണ്. അപ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. അതിനുശേഷം വാതിൽ തുറന്ന ഐശ്വര്യ വീട്ടിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വീട്ടിന്റെ ഒരു പുറത്ത് നിന്നിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവർ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ ബെല്ലടിക്കുന്ന മുതൽ ഇവർ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ഐശ്വര്യയുടെ മുഖത്ത് ഒരു ചെറിയ ചമ്പലുണ്ട്. പെട്ടെന്ന് ക്യാമറ കാണുന്ന ആൾക്കാർ കാണുന്ന ചമ്പൽ ഐശ്വര്യയുടെ മുഖത്തുണ്ട്. നല്ല രീതിയിൽ സംസാരിച്ച് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ ഈ വന്ന ആൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ട ഈ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് പോസിറ്റീവ് കമന്റ്സിനെക്കാളും കൂടുതൽ കാണാൻ കഴിഞ്ഞത്. അതായത് എന്തിനാണ് സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് ഇങ്ങനത്തെ ആളുകളെ വീട്ടിൽ പോണത്, അതുപോലെ തന്നെ ഐശ്വര്യക്ക് അവരൊന്ന് വിളിച്ച് വീട്ടിൽ കയറ്റായിരുന്നു, സംസാരിക്കായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ഒരാൾ പെട്ടെന്ന് കടന്നു വരികയാണ്. ആ സമയത്ത് നിങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ രാത്രി സമയമൊക്കെ ആയതുകൊണ്ട് അവരുടെ വസ്ത്രധാരണം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ വീട്ടിനുള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. പിന്നെ ചെറിയ കുട്ടിയിലെ വീടാണ്. അപ്പോൾ ഐശ്വര്യക്ക് ചിലപ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും ഒരു വന്നിട്ടുണ്ടാവും, പെട്ടെന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസി കാര്യങ്ങളൊന്നും നോക്കണം. പിന്നെ രാത്രിയൊക്കെ ഒരാളെ വീട്ടിലേക്ക് ഒന്നും നമ്മളൊന്നും പറയാതൊക്കെ ചെല്ലുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ വരും, മാമിനൊന്ന് കാണാൻ പറ്റും, അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് പോവാണെങ്കിൽ ഓക്കെ. പെട്ടെന്ന് വീട്ടിലേക്കുള്ളിൽ വിളിച്ച് സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ കണക്കിലെടുത്ത് വേണം നമ്മൾ ഇത്തരത്തിൽ കമന്റ്സ് ഇടാൻ. വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ആ വീഡിയോയുടെ താഴെ ഞാൻ കണ്ടത്.